ഹിജ്റ പോകുന്ന സമയം മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു. എല്ലാവർക്കും അറിയാം. ആ ഇടയിലാണല്ലോ നബിതങ്ങൾക്ക് അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നത്, അങ്ങനെ ഹിജ്റ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഏകദേശം മദീനയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ശത്രുക്കൾ മനസ്സിലാക്കി, മുശ്രിക്കുകൾ മനസ്സിലാക്കി, ഇനി ഏതായാലും മൂപ്പരും പോകും എന്നവർക്ക് ധാരണയായി. അതുകൊണ്ട് മൂപ്പരെ പോകാൻ സമ്മതിക്കാൻ പറ്റൂല, തടയണം. അങ്ങനെയാണ് ഓരോ പ്രഗത്ഭരായ കുടുംബത്തിൽ നിന്നും ഓരോ മെമ്പർമാരെ വെച്ചുകൊണ്ട്, എന്നാ പിന്നെ കുടുംബക്കാർ പ്രശ്നം ഉണ്ടാക്കൂലല്ലോ, എല്ലാരിൽ നിന്നും മെമ്പർമാരെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞു. ആ സമയത്താണ് സൂറത്ത് യാസീൻ ഓതുന്നത്. ഫഹും ലാ യുബ്സിറൂൻ. ഒരു പിടി മണ്ണ് വാരി മുത്തുനബി പുറത്തേക്ക് എറിഞ്ഞു. അവിടുത്തെ മുഅ്ജിസത്ത് മുഖേന എല്ലാവരുടെ കണ്ണുകളിലേക്കും ചെവികളിലേക്കും ആ പൊടിയെത്തി. എന്തുമാവട്ടെ, അങ്ങനെ മുത്തുനബി അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗമുണ്ട്. അതിനു മുമ്പ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, നബിയെ ഹിജ്റ പോകണ്ടേ? അവിടെന്ന് പറഞ്ഞു, ലാ തഅജൽ, അബൂബക്കറെ ധൃതി കാണിക്കല്ല, ലഅല്ലല്ലാഹു യജ്അലു ലക സ്വാഹിബാ, നിന്റെ കൂടെ ഹിജ്റ പോകാൻ അല്ലാഹു നിനക്ക് നല്ലൊരു കൂട്ടുകാരനെ തരുന്നുണ്ട്. അത് കേട്ടപ്പോഴേക്ക് ഫത്തമഅ അബൂബക്കറിൻ അയ്യകൂന റസൂലല്ലാഹ്, ആ കൂട്ടുകാരൻ അത് അള്ളാന്റെ ദൂതരാകണേ, മുത്തുനബിയാകണേ എന്നവിടുന്ന് വല്ലാതെ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ഖദ് അഅദ്ദ ലിദാലിക റാഹിലത്തൈനി, ഹിജ്റ പോകുമ്പോ എനിക്ക് സഞ്ചരിക്കാനുള്ളൊരു വാഹനവും മുത്തുനബിക്ക് സഞ്ചരിക്കാനുള്ളൊരു വാഹനവും സിദ്ദീഖ് തങ്ങൾ ഈ സംസാരം കേട്ടതിന് ശേഷം അവിടെ നിന്ന് ഒരുക്കിയിരുന്നു. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അങ്ങനെ ഹിജ്റയും മുത്തുനബിയുടെ കൂടെ പോകണം എന്ന് ആഗ്രഹിച്ച നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്.